മോളിവുഡ് ടൈംസ് നേരെ മറിച്ച് അത് ഇത്രയും കൂടെ വൈഡർ ഓഡിയൻസിന് കേട്ടർ ചെയ്യുന്ന സിനിമയാണ്. അത് വളരെ കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെയൊക്കെ വലിയ ബഡ്ജറ്റ് ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനൊരു അപ്പീൽ ഉണ്ടാവും. ഈ സൺഡേ ഹോളിഡേയിൽ ഈ പറഞ്ഞ ലളിത ചേച്ചി വന്നിട്ട് പറയും എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളൊന്ന് അറിയാൻ ശ്രമിച്ചാൽ എല്ലാവരും പാവങ്ങളാ മക്കളെ എന്ന്. ആ മൊമെന്റിൽ അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് കോഡായത്. ആൾക്കാർ എന്നെ ഈ 2 സിനിമ വെച്ച് ട്രോളുമ്പോൾ അത് 100 ദിവസം ഓടിയ സിനിമയിലാണ് ട്രോൾ ചെയ്യുന്നത്. പൊളിഞ്ഞു പോയ സിനിമയെക്കുറിച്ചാണ് ഞാൻ ദുഃഖിച്ചത്. ഇപ്പോൾ ഒരാൾ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മദർശിനി കണ്ടിട്ട് അതുപോലെ കൊല്ലാമെന്ന് തീരുമാനിക്കും. പക്ഷെ കൊല്ലാൻ തീരുമാനിക്കുന്നത് സൂക്ഷ്മദർശിനി കണ്ടിട്ടല്ല. അത് അയാളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ചിരിപ്പടങ്ങൾ വളരെയധികം കുറഞ്ഞു. വയലൻസ് ഡ്രൈവ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾക്ക് എണ്ണം കൂടി. സിനിമനെ എന്തായാലും നമുക്ക് അങ്ങനെ അക്കൗണ്ടബിൾ ആക്കി വെക്കാനും പറ്റില്ല. നമുക്ക് വി ആർ ഗിവിംഗ് ടു മച്ച് ക്രെഡിറ്റ് ടു മൂവീസ്. മൂവീസ് ആർ ഫോർ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഫോർ എക്സ്പ്രഷൻ. പേഴ്സണലി എന്നോട് ചോദിച്ചാൽ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്വാധീന ശേഷിയുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കണ്ണട പോലുള്ള കണ്ണട തന്നെ വേണം വിനീതേട്ടൻ ഡിമാൻഡ് ചെയ്തു. അവിടെ എല്ലാം മാറി. ഞാനാണ് മുഖത്തുരുണി എന്ന് വിചാരിച്ചു ആൾക്ക്, അത്രേ ഉള്ളൂ. എനിക്കും മുഖത്തുരുണിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രേക്ഷകന് വേണ്ടി എഴുതാറില്ല, പക്ഷെ എഴുതി കഴിഞ്ഞിട്ട് അവൻ എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിക്കാറുണ്ട്. ഒരു ഡിബേറ്റിന് വേണ്ടി പറയുന്നതല്ല, ഒരു ത്രില്ലർ ഉണ്ടാക്കുന്നതിനേക്കാൾ ചിരി പടങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്കിവിടെ ഒരു സിദ്ദിഖ് ലാലും ഒരു റാഫി മെക്കാട്ടിനും ഒരു സത്യൻ അന്തിക്കാടും. ഹ്യൂമറൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കാണാൻ പറ്റും. അപ്പം ഹ്യൂമർ, ഈ സ്കിറ്റ് കോമഡികൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ലല്ലോ. നമസ്കാരം. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ, ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിലെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ ക്യൂ സ്റ്റുഡിയോ ക്യൂറേറ്റ് ചെയ്ത 3ാമത്തെ സെഷനാണ് ഗുഡ് ബാഡ് ആൻഡ് ബിയോണ്ട് എന്ന സെഷനിലേക്കാണുള്ളത്. സംവിധായകനും നടനുമായ ജിസ് ജോയ്, സംവിധായകൻ അഭിനവ് സുന്ദർ നായക്കുമാണ് ഈ പാനലുള്ളത്. നമുക്ക് നേരിട്ട് സംസാരിച്ചു തുടങ്ങാം. ജിസ്, ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഏറ്റവും അടുത്ത് വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സലീം കുമാറിൻ്റെ. ഇപ്പോൾ ചിരി കുറഞ്ഞു, തിയേറ്ററിലും പ്രേക്ഷകർക്കും ചിരി കുറഞ്ഞു, വയലൻസ് കൂടി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ തിരിച്ചും മറച്ചും ഉണ്ടാവാറുണ്ട്. പക്ഷേ വളരെ മുതിർന്ന മലയാള സിനിമയിൽ അങ്ങനെ ഒരു ലാഫിംഗ് വില്ല ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തുനിന്നുണ്ടായതാണ്. അതിൻ്റെ ഒരു വസ്തുത എന്താണ്? പ്രേക്ഷകരുടെ അഭിരുചി മാറിയിട്ടുണ്ടോ, അല്ലെ ഫിലിം മേക്കേഴ്സ് ചിരിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം കൊന്നു തള്ളാനാണെന്നൊക്കെ ആലോചിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ചിരി ഉള്ള സിനിമകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്കൊന്നൊരു ഇപ്പോൾ ഒരു ഡിബേറ്റിന് വേണ്ടി പറയുന്നതല്ല, ഒരു ത്രില്ലർ ഉണ്ടാക്കുന്നതിനേക്കാൾ ചിരി പടങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്കിവിടെ ഒരു സിദ്ദിഖ് ലാലും ഒരു റാഫി മെക്കാട്ടിനും ഒരു സത്യൻ അന്തിക്കാടും ഒക്കെ മറ്റേ ഒരു ഷാഫിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് തന്നെയായിരിക്കും എൻ്റെ കാര്യം. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ഫിലിം മേക്കർ എന്നുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന പോലത്തെ സിനിമ എന്നില്ല. ഇപ്പോൾ ഏത് തരം സിനിമകളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം മാർക്കോ എന്ന് പറയുന്ന പടം ഇവിടെ ഹിറ്റടിച്ച് നിൽക്കുകയാണ്. ടോട്ടലി കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള രേഖാചിത്രം പോലത്തെ ഒരു പടവും അതേ ഓഡിയൻസ് തന്നെ വന്ന് കണ്ട് കൈയടിക്കുകയാണ്. ഒപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ജാനേ മൻ എന്ന് പറയുന്ന പടം, ഇപ്പം ചിരിപ്പടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തു പോയതാണ് കേട്ടോ. ജാനേ മൻ എന്ന് പറഞ്ഞ പടം എന്നെ ഈ തിയേറ്ററിൽ ലാസ്റ്റ് ചിരിപ്പിച്ച ഒരു സിനിമ അതായിരുന്നു. അത് കഴിഞ്ഞങ്ങോട്ട് 2 വർഷം കഴിഞ്ഞിട്ടും അത്തരത്തിലൊരു സിനിമ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ജയ് ജയ് ഹേ എന്ന് പറയുന്ന സിനിമ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ചിരിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്കേഴ്സിറ്റി ഉണ്ട് ചിരിപ്പടങ്ങളുടെ. സലീം കുമാർ സാർ പറഞ്ഞത് കറക്റ്റാണ്. കാരണം അതുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് എൻ്റെ റീസൺ. അഭിനവിൻ്റെ ഞാൻ അഭിനവിൻ്റെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് മുമ്പ് തന്നെ അഭിനവിൻ്റെ ട്വീറ്റുകൾ നിരന്തരം കാണുന്ന ഒരാളാണ്. അഭിനവ് വളരെ ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ നടത്തുന്ന, ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ഒക്കെ ആയിരുന്നു പാസ്റ്റ് അല്ലേ? അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സിനിമ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ജോണർ സിനിമകൾ വന്നിട്ടുള്ള മൾട്ടിപ്പിൾ ജോണർ സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ട്. മറ്റ് ഭാഷകളെക്കാളും അതിന് ആക്സെപ്റ്റൻസ് കൂടിയുണ്ട്. ഭ്രമയുഗമുള്ള വേഷം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് വരുന്നത്. അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ഫീലുള്ള ഇന്ന് മുകുന്ദനുണ്ണി അസോസിയേറ്റ് പോലത്തെ ഇത് കമേഴ്സ്യലി ഇവിടെ സെലിബ്രേറ്റ് ചെയ്ത പടങ്ങളിലൊന്നാണ്. അങ്ങനെ ഈ ഒരു ജോണർ വൈസ് ട്രെൻഡിങ് മാറുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ ചിരിപ്പടങ്ങൾ വളരെയധികം കുറഞ്ഞു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അതിൻ്റെ ഒരു വയലൻസ് ഡ്രൈവ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾക്ക് എണ്ണം കൂടി, ഒരു കൊറിയൻ വൈബൊക്കെ മലയാളത്തിൽ വരുന്നു എന്നൊക്കെ ഉള്ളൊരു പരാതി. ആ പരാതിയിൽ വല്ല വസ്തുതയുണ്ടോ? അല്ല, അത് പരാതിയായിട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ
പണ്ട് ഇപ്പോൾ 2014 വരെയൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പോൾ റീൽ കൾച്ചറിലേക്ക് പോയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു 2015 അമർ അക്ബർ ആൻ്റണി വന്നത്. അമർ അക്ബർ ആൻ്റണി നല്ലോണം ഹിറ്റായ പടമാണ്. അതിനുശേഷം കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഹിറ്റായിട്ടുണ്ട്. പക്ഷെ പതുക്കെ അത് കുറയാൻ കാരണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഈ റീൽസിലൂടെ വി ആർ എൻ്റർടൈൻഡ്. പണ്ട് സിനിമ മാത്രമായിരുന്നു ഓഡിയൻസിന് ആകെയുള്ള എന്നൊരു മീഡിയം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. പിന്നെ സീരിയൽസ്, മെയിൻലി സിനിമ തന്നെയായിരുന്നു എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പം ഹ്യൂമറൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കാണാൻ പറ്റും. അപ്പം ഹ്യൂമർ, ഈ സ്കിറ്റ് കോമഡികൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പറയാത്ത തമാശകൾ ബാക്കിയില്ല. ഓരോ ദിവസം എടുത്ത് നോക്കുമ്പോഴും നല്ല പുതിയ റീൽസ് കാണാം, പുതിയ പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഇത് ആസ്വദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓഡിയൻസിനാണെങ്കിലും ഫിലിം മേക്കേഴ്സിനാണെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല. കാരണം ഫിലിം മേക്കേഴ്സ് ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്ത് പുതിയ എഴുതും? തമാശ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി കാലം മാറുന്നതനുസരിച്ചിട്ട് പലതും മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതിയെന്ന് തോന്നുന്നു. ജിസിപ്പോൾ അത്യാവശ്യം ജോണർ ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള തലവൻ വരെയുള്ള സിനിമ നോക്കിക്കുമ്പോൾ ഒരേ ശൈലി സിനിമ അല്ല ആവർത്തിക്കുന്നത്. ഇപ്പോൾ OTT അടുത്തുള്ള പടമാണെങ്കിലും വ്യത്യാസം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ പറഞ്ഞ നന്മ, ഫീൽ ഗുഡ് പടങ്ങൾ എന്നുള്ള പേരിലാണ് ജിസിനെ മുദ്ര കുത്തിയിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് തരം പടങ്ങൾ എന്നാണ് ആദ്യം ആലോചിക്കുക? അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് മുന്നിലിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇപ്പം അടുത്തത് ത്രില്ലർ ചെയ്യാമെന്നാണോ ആദ്യം ആലോചിക്കുക? അല്ലെങ്കിൽ അടുത്തത് ഒരു ഫീൽ ഗുഡ് ചെയ്യാമെന്നാണോ ആലോചിക്കുക? അതിനു മുമ്പ് ഈ പറഞ്ഞ ആകർഷിക്കുന്ന കഥ, അതിന് പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കാണോ? തീർച്ചയായിട്ടും ഇന്ന ഒരു ഫോർമാറ്റിലൊരു പടം ചെയ്യാം അങ്ങനെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ 2013 ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന പടം ചെയ്യുമ്പോൾ അത് കൈൻഡ് ഓഫ് ത്രില്ലറായിരുന്നു. കുറേ ട്വിസ്റ്റുകളുള്ള പടമായിരുന്നു. അതിനിടയിലൊരു ഫാമിലി ഒക്കെ ഞാൻ കൊണ്ടുവന്നു. എനിക്ക് നമ്മളെല്ലാവരും ഈ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചോളം ശ്രീനിയേട്ടൻ, സത്യൻ അന്തിക്കാട്, സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞാൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഫ്ലേവർ അറിഞ്ഞോ അറിയാതെയോ ആദ്യത്തെ പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബൈസൈക്കിൾ തീവ്സ് അങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോൾ സൺഡേ ഹോളിഡേയുടെ കഥ കിട്ടി. അപ്പോൾ അത് കൊള്ളാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സിനിമ ചെയ്യാൻ വേണ്ടി നടന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അത് ശ്രീനിയേട്ടന് കൊടുത്തു. അപ്പോൾ കണ്ടുമുട്ടിയ ആൾക്കാർ അല്ലു അർജുൻ പടത്തിന് പാട്ട് എഴുതുന്ന സിദ്ദിഖയുടെ കഥാപാത്രത്തെ അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ആ സിനിമയിലൊക്കെ എനിക്ക് നേരിട്ട് പരിചയമുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവരികയായിരുന്നു. അത് കഴിഞ്ഞ് അത് ഹിറ്റായപ്പോൾ ഓക്കെ കൊള്ളാം, എന്നാൽ പിന്നെ ഇതേ പോക്ക് വീണ്ടും പോകാമെന്ന് കരുതി വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതും ഹിറ്റായി. അപ്പോൾ പിന്നെ ഇതാണ് ഈ കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കുമ്പോൾ വീണ്ടും മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമ ചെയ്തു. അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ മനസ്സിലായി ഓക്കെ ഓഡിയൻ മാറുന്നുണ്ട്, ഇനി ഇതേ ഫോർമാറ്റിൽ തന്നെ പോയിട്ട് കാര്യമില്ല, സംതിങ് മോർ ആലോചിക്കണം. അങ്ങനെ ആ ആലോചനയുടെ ഭാഗമാണ് സോണി ലിവിന് വേണ്ടി ചെയ്തിട്ടുള്ള ഇന്നലെ വരെ എന്ന് പറയുന്ന സിനിമ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ സിനിമയായ തലവൻ വരെ. അപ്പോൾ ഈ മോനീഷിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. അതായത് ത്രില്ലർ ചെയ്ത് കളയാം, തമാശ ചെയ്ത് കളയാം എന്ന് ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ കേട്ടിരിക്കുന്ന ഒരു 5 കഥയുണ്ടെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്താണോ അത് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അഭിനവ്, ഇപ്പം ഇന്നലെ ഇവിടെ അരുൺ ചന്തു ഉണ്ടായിരുന്നു, മിഥുൻ. അപ്പോൾ ഇപ്പം ജിസ് ഇവിടെ നിന്ന് സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ 80കളിൽ, പ്രധാനമായിട്ട് 80കളിലും 90കളിലും ഉള്ള നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ പിന്നെ കൾട്ട് സ്റ്റാറ്റസിലേക്കൊക്കെ വന്ന സിനിമകളുടെ സ്വാധീനം നമ്മളുടെ ആദ്യ ആലോചനകൾ, അല്ലെങ്കിൽ നമ്മൾ സിനിമ അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സിനിമാറ്റിക് ട്രിബ്യൂട്ട് പോലുള്ളൊരു ആലോചന കൂടുതലായിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ കാണുന്ന, എല്ലാ ലാംഗ്വേജിൽ നിന്നും ഒരുപാട് സിനിമകൾ കാണുന്ന, അതിലൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഉള്ള ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എന്താണ് ഈ പറയുന്ന നമ്മൾ പിന്നിട്ട് പോയ സിനിമകളുടെ സ്വാധീനം എഴുത്തിൽ, ആലോചനയിൽ, ഫിലിം മേക്കിങ്ങിലൊക്കെ വല്ലാതെ കടന്നു വരാറുണ്ടോ? അത് എനിക്ക് തോന്നുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ആസ് എ ഫിലിം മേക്കർ നമ്മളത് എന്തായാലും വരും. കാരണം നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമകളാണെങ്കിലും പണ്ട് വളർന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അത് വരും. പിന്നെ പതുക്കെ നമ്മൾ ഒറിജിനൽ സ്റ്റോറീസിലോട്ടും പിന്നെ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ടെറൈൻസിലോട്ടൊക്കെ പോകും. പിന്നെ എസ്പെഷ്യലി ഇപ്പോഴത്തെ എൻ്റെ കോ-റൈറ്ററായ വിമൽ ഗോപാലകൃഷ്ണൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, മറ്റേ മുകുന്ദനുണ്ണിയുടെ കോ-റൈറ്റർ. അപ്പോൾ അവന് ഈ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന സിനിമകൾ എഴുതാൻ താല്പര്യമില്ല. അപ്പോൾ അവനെപ്പോഴും പീരീഡ് ഫിലിംസ് ചെയ്യാം. ഇപ്പം അവനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് മാത്തുക്കുട്ടി സേവ്യറിന് വേണ്ടി എഴുതുന്നത് പീരീഡ് ഫിലിമാണ് 70s. അപ്പം ഇവന് എപ്പോഴും ഇതൊരു പ്രശ്നമാണ്, ഈ മൊബൈൽ ഫോൺസ് കാണുന്ന ഇഷ്ടമല്ല. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് റൈറ്റേഴ്സിന് ഈ പ്രശ്നം ഉണ്ടെന്ന് തോന്നും. ഈ പണ്ട് കാലത്തെ ആ ഒരു ഈ മൊബൈൽ ഫോൺ വരുമ്പോൾ എല്ലാം എളുപ്പമായല്ലോ. ഒരു ചെറിയ ഒരു ത്രില്ലർ ആണെങ്കിൽ തന്നെ സോൾവ് ചെയ്യാൻ എളുപ്പമാണല്ലോ. പണ്ട് ഫോൺസും ഇതൊന്നും ഇല്ലാത്ത സമയത്ത്
അങ്ങനത്തെ സീൻസ് എഴുതാൻ കുറച്ചുകൂടി ഈ കണ്ട് പരിചയിച്ച സാധനങ്ങളാകുമ്പോൾ, പണ്ട് നമ്മൾ കണ്ടു വളർന്ന സാധനങ്ങളാകുമ്പോൾ അതിനോടൊരു എപ്പോഴും നമുക്കൊരു സോഫ്റ്റ് സ്പോട്ട് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ നൊസ്റ്റാൾജിയൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും തോന്നുന്നു. എനിക്കിത് മീശമാധവൻ്റെ എനിക്ക് തോന്നുന്നു, ഞാൻ പണ്ട് രാഗമില്ല ജോസ് തിയേറ്റർ തൃശ്ശൂർ രാവിലെ 11 മണി ഷോന് പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ ഞാൻ അവിടെ തന്നെ നിന്ന് അച്ഛനും അമ്മയും പോയി ഭക്ഷണം കഴിച്ച് വന്ന് വൈകുന്നേരത്തെ ഷോന് ഞാൻ അവിടെ തന്നെ ക്യൂ നിന്നിട്ട് ഞാൻ എടുത്ത ടിക്കറ്റാണ്. ഒരു ഫുൾ ഡേ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വേസ്റ്റ്. ഇപ്പം അത്രയ്ക്കും മെമ്മറീസ് ഉണ്ട് ഈ പടത്തിനൊക്കെ. ഭയങ്കര ഇമ്പാക്റ്റും തന്ന സിനിമകളാണോ അന്നൊക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം ഇതൊരു ട്രിബ്യൂട്ട് പോലെ ആക്കാമെന്ന് കരുതി ഇട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നൊസ്റ്റാൾജിയ. ജിസിനും അതിനോട് ചേർത്ത് പറയാനുണ്ടല്ലോ. ഞാൻ ഇപ്പം ജിസ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സിനിമ ആലോചനകൾ നടത്തുമ്പോൾ നമ്മൾ പിന്നിട്ട ഫിലിം മേക്കർ, അല്ലെങ്കിൽ നമ്മൾ കണ്ടു തീരാത്ത സിനിമകൾ, അതിൻ്റെ സ്വാധീനം അതിനെ ഏതെങ്കിലും തരത്തിൽ ഇതിലേക്ക് കൊണ്ടുവരണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രിബ്യൂട്ട് പോലെ വരണം. അത് ചിലപ്പോൾ മ്യൂസിക്കലി ആവാം, ചില ആക്ടേഴ്സിനെ പോലും. ഇപ്പം എനിക്ക് തോന്നുന്നത് ജിസ് ഒരു ദിവസം KPC ലളിത ചേച്ചിയെ കാസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ ആ ആക്ടറിനെ കൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യിക്കണം എന്ന് അവർ ചെയ്ത കഥാപാത്രങ്ങളോട് തോന്നുന്നൊരു അടുപ്പം കൊണ്ട് ആലോചനയായിട്ടും വരുന്നതാണല്ലോ. അതിപ്പോൾ പാട്ടുകളിലും അതുണ്ടായിട്ടുണ്ട്. ഇപ്പം ബൈസിക്കിൾ തീവ്സിൽ 1000 കണ്ണുമായി എന്നുള്ള പാട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സൺഡേ ഹോളിഡേയിൽ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടിയുണ്ട്. വിജയസുബ്രം പൗർണമിയിൽ കുറേ പാട്ടുണ്ട്. മനസ്സൻ മടിയിൽ മാന്തളിരിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ നമ്മളെ ഈ അഭിനവ് പറഞ്ഞ പോലെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്വിച്ചിട്ട പോലെ നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന, നമ്മളെ കരയിക്കാൻ സാധിക്കുന്ന, നമ്മളെ ചിരിപ്പിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ അത് സിനിമയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോൾ ജെറി അമൽ ദേവിൻ്റെ പാട്ടുകളോട് നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളോട് ഒരേ സമയം കർണാട്ടിക്കുമാണ്, ഒരേ സമയം വെസ്റ്റേണും രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊക്കെ പുള്ളി പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ഒരാളെ എൻ്റെ സിനിമയിൽ കൊണ്ടുവന്ന് ഒരു പാട്ടെങ്കിലും ആസിഫ് അലി കൊണ്ട് പാടിപ്പിക്കാൻ അങ്ങനെയുള്ള ചില ആലോചന കൊണ്ട് സാധിച്ചു. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നു മനുഷ്യ അത് ഇപ്പോഴും റിപ്പീറ്റ് അടിച്ച് എന്തെങ്കിലും ഒരു ടെൻഷൻ മൊമെൻറ്റ് ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഒരു വലിയ ഷൂട്ട് നടക്കാൻ പോകുന്നു, രാത്രി ഒരു ഉറക്കമില്ലാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും യൂട്യൂബിൽ കയറി കാണുന്നത് റിലീജിയസ്ലി സിദ്ദിഖ് ലാലിൻ്റെ സിനിമകൾ മാത്രമാണ്. അതിപ്പോൾ ഒരു വിദേശയാത്ര പോകുമ്പോഴൊക്കെ ഒരല്പം സമയം കിട്ടിയാൽ ഒന്ന് റെഫ്രഷ്ഡ് ആവാൻ വേണ്ടി കാണുന്ന സിനിമകൾ അവരുടെ സിനിമകളാണ്. അതെന്തോ ഒരു മാജിക് അവരുടെ സിനിമയിലുണ്ട്. മനീഷ് ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഇതാണ് ഈ പറയുന്നത്. കാരണം നമുക്ക് ഈ വെർബൽ തമാശകൾ ഉണ്ടാക്കുക, അതിപ്പോൾ നമ്മൾ TV-യിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ റീൽസിലൂടെ കാണുന്നുണ്ട്. ഒന്ന് പറഞ്ഞു, അതിന് കൗണ്ടർ പറഞ്ഞു, അത്തരം തമാശകളോട് ഇപ്പോൾ ഓഡിയൻസിന് ഒരു താല്പര്യമില്ല. പക്ഷെ കഥയുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന തമാശകളുണ്ടല്ലോ, വിഷ്വൽ ഹ്യൂമറൊക്കെ ആയിട്ട്. എക്സാക്ട്ലി. ആ കഥ ചുമ്മാ പറഞ്ഞു പോകുമ്പോൾ തന്നെ അതിൽ ഒരു തമാശ കയറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയുടെ കഥ ആലോചിച്ച് നോക്കൂ. ഇട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഗോഡ് ഫാദർ, കൾട്ട് പടത്തിൻ്റെ പേരിട്ടിട്ട് പക്ക ഏത് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ലോക്കൽ സിനിമ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ഉണ്ട്, ഞങ്ങൾ പുറത്താണ്. അപ്പോൾ രാത്രി 1 മണിയോ മറ്റോ ആയി. ഇപ്പോൾ യൂട്യൂബിൽ ഗോഡ് ഫാദർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുകേഷ് ഏട്ടൻ പതുക്കെ മറ്റേ കനകയുടെ അടുത്ത് പോയിട്ട് ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടി പോകുന്നു. കനക പറയുന്നു, സത്യം ചെയ്യാവോ? സത്യമൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ല അമ്മയെ പിടിച്ച് സത്യം ചെയ്യാവോ എന്ന് പറയുമ്പോൾ പുള്ളി അവിടെ നിന്ന് നേരെ വിട്ടു പറഞ്ഞു. പുറത്ത് ജഗദീഷ് കാത്തു നിൽക്കുന്നു. വാടാ വിട്ടോ, എന്താ അവൾ അമ്മയെ വെച്ച് സത്യം ചെയ്യാൻ പറയുന്നു എന്ന് പറയുമ്പോൾ ജഗദീഷിൻ്റെ മറുപടി നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എടാ, സത്യം ചെയ്താൽ ഇപ്പം എന്താ, 10 വർഷം മുമ്പ് മരിച്ചു പോയാൽ നിൻ്റെ അമ്മയ്ക്ക് ഇനി എന്ത് സംഭവിക്കാൻ എന്ന് പറയുന്ന പോലത്തെ നമ്മൾ എത്ര മസിൽ പിടിച്ചിരുന്നാലും ചിരിച്ചു പോകുന്ന തമാശകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത അഭാവം ഉണ്ട്. അത് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിന് മാത്രം സാധിക്കുന്ന കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് സിനിമയിൽ. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ അഭിനവിനോടും ജിസിനോടും ചേർത്ത് ചോദിക്കാവുന്ന സാധനം, നമ്മുടെ ഈ ടോപ്പിക്കിനോട് കണക്ട് ചെയ്തിട്ട്, ഈ മുമ്പ് മോഹൻലാലിൻ്റെ മീശപുരി സിനിമകൾ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാലത്ത് ഉസ്താദിൻ്റെ ക്ലൈമാക്സിലേക്കുള്ള സീനിൽ മോഹൻലാൽ കഥാപാത്രം മരുഭൂമിയിൽ മറ്റേ വാള് കുത്തിപ്പിടിച്ചിട്ട് ഈ പുതിയ തലമുറ വഴി തെറ്റും, അതുകൊണ്ട് ഞങ്ങൾ അക്രമത്തിൻ്റെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് യൂസഫ് ഷാനെ എനിക്കൊന്ന് കൊല്ലാതെ വിടുക കണ്ടാണ്. അത് ശരിക്കും അതിൻ്റെ തൊട്ട് മുമ്പ് മാധ്യമങ്ങളിലൊക്കെ വിമർശനമായിട്ട് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഈ അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണ് മോഹൻലാലിന്. മുമ്പൊരിക്കൽ സുരേഷ് ഗോപി ഇതുപോലെ ഇനി തോക്കെടുക്കുന്നില്ല കുറച്ച് കാലത്തേക്ക് എന്ന് പറഞ്ഞിരുന്നു. കാരണം
ഈ അക്രമം, വയലൻസ്, അങ്ങനെ ഒരു 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 സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഫിലിം മേക്കേഴ്സ് ആവർത്തിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മെസ്സേജ് കാണാനാണെങ്കിൽ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ പോരെ, സമൂഹത്തിന് കിട്ടാവുന്നതാണെങ്കിൽ സിനിമ 2-2.5 മണിക്കൂർ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ചോദ്യം ഇതിൻ്റെ ഒരു തുടർച്ച ചോദിക്കാനുള്ളത്, ഏതെങ്കിലും തരത്തിൽ സാമൂഹികമായൊരു നന്മയിലേക്ക്, ഒരു സമൂഹത്തിൻ്റെ ഒരു നല്ല സംഗതി, ഒരു പോസിറ്റീവ് മെസ്സേജിൽ സിനിമ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോ ബാധ്യതയോ ഭാരമോ ഒരു ക്രിയേറ്ററിലേക്ക് വരുന്ന സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ അത് മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരങ്ങനെ പ്രഡിക്റ്റ് ചെയ്യേണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇയാളുടെ സിനിമ ഇങ്ങനെ അവസാനിക്കൂ എന്ന് പറയുന്ന, അതാണ് ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂനതയായിട്ട് കാണുന്നത് അതിനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരുന്ന ഫിലിം മേക്കേഴ്സൊക്കെ അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓഡിയൻ ഇങ്ങനെ ചിന്തിക്കും, സോ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഒരു കാലത്ത് ഓർക്കുന്നുണ്ട്, ഇപ്പോൾ വന്ദനം പോലത്തെ ഒരു സിനിമ, വന്ദനം സിനിമ അന്ന് പരാജയപ്പെട്ട സിനിമയാണ്, അറിയാലോ, നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ആ സിനിമ പരാജയപ്പെട്ടു പോയി. അതിൻ്റെ കാരണം ഈ 2 പേരും ക്ലൈമാക്സിൽ കണ്ടുമുട്ടുന്നില്ല, അവർ പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നതാണ്. ആ സമയത്ത് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ താളവട്ടത്തിൽ മോഹൻലാൽ സാർ കോമയിൽ പോകുന്നതായിരുന്നു, ചിത്രത്തിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നായിരുന്നു. അപ്പോൾ പിടി കിട്ടുന്നില്ല. അതേ ചിത്രം കൂടെ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്, വന്ദനം പൊളിയുന്നുണ്ട്, താളവട്ടം ആവറേജ് ആയിട്ട് പോകുന്നുണ്ട്. ശ്രീനേട്ടനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, സൺഡേ ഹോൾഡിൽ അഭിനയിക്കുന്ന സമയത്ത്, ശ്രീനേട്ട നിങ്ങൾ എന്തുകൊണ്ടാണ് കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ കലാസൃഷ്ടികൾക്ക് മനുഷ്യനെ അത്രയൊന്നും സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് മമ്മൂക്കയെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ ശ്രീനേട്ടൻ സ്ട്രോങ് ആയിട്ട് എന്നോട് പറഞ്ഞു, ഉറപ്പാണ് ജിസേ, ഞാൻ വിശ്വസിക്കുന്നു കലാസൃഷ്ടികൾക്ക് ഒരു പരിധിവരെ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല. അപ്പം ഞാൻ ശ്രീനേട്ടനോട് പറഞ്ഞതും നിരവധി എൻ്റെ ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പറ്റും ശ്രീനേട്ട. സ്ഫടികം എന്ന് പറയുന്ന സിനിമ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ഓരോ വിദ്യാർത്ഥിയെയും മാതാപിതാക്കളെയും സ്വാധീനിച്ചിട്ടുണ്ട്. കിരീടം എന്ന് പറയുന്ന സിനിമ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളത്? സിനിമ നല്ല രീതിയിലും ചീത്ത രീതിയിലും ഉറപ്പായിട്ട്, കാരണം ഏറ്റവും വലിയ മാധ്യമമാണ്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നൊരു. ഞാൻ ഒരിക്കൽ ഇവിടെ ഈ ടോപ്പിക് ഇവിടെ നിൽക്കുമ്പോഴും ഇതിൻ്റെ കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടെ പറയാം. ഞാൻ ഈ പാലാരിവട്ടത്ത് കൂടെ കാർ ഓടിച്ചു പോവാണ് വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷം മുമ്പായി. അവിടെ ഒരു വായനശാലയുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് ക്യാപ്റ്റൻ രാജുചേട്ടനാണ്. ക്യാപ്റ്റൻ രാജുചേട്ടൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ക്യാപ്റ്റൻ രാജുചേട്ടനായതുകൊണ്ട് ഞാൻ പതുക്കെ കാർ ഇവിടെ ഒതുക്കി. അപ്പോൾ പുള്ളി പറയണം, സുഹൃത്തുക്കളെ, ഞങ്ങളെല്ലാവരും കേൾക്കുന്നു, ഞാനൊക്കെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കപ്പ് ചായ പോലും തരാറില്ല, ഞാൻ എപ്പോഴും കേൾക്കുന്നു സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത് ഏത് സിനിമ കണ്ടിട്ടാണ്? യൂദാസ് യേശുക്രിസ്തുവിന് ഒറ്റ കൊടുത്തത് ഏത് സിനിമ കണ്ടിട്ടാണ് സുഹൃത്തുക്കളെ? ഏതുകൊണ്ട് ഘോരാഘോരം ക്യാപ്റ്റൻ രാജുചേട്ടൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 രീതിയിലും അതിനെ കാണുന്ന ആൾക്കാരുണ്ട്. പേഴ്സണലി എന്നോട് ചോദിച്ചാൽ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്വാധീന ശേഷിയുണ്ട്, മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സിനിമ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നുവാൻസ്ഡ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യം. ഇതിൽ ഒരു 18 വയസ്സ് വരെയൊക്കെ ഒരു 18 വയസ്സെന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സാക്റ്റ് ഏജ് പറയാൻ പറ്റില്ല. കുട്ടികളെ സ്വാധീനിക്കും സിനിമ, എന്തായാലും സ്വാധീനിക്കും, അതിലൊരു ഡൗട്ടുമില്ല. സിനിമ മാത്രമല്ല, എന്തും സ്വാധീനിക്കും, എല്ലാം ചുറ്റുപറ്റുള്ള എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കും. അച്ഛനമ്മ അടികൂടുന്നതാണ്, കുട്ടികളുടെ മുന്നിൽ നിന്ന് അടികൂടുകയാണെങ്കിൽ സ്വാധീനിക്കും, മോശമാണ്, കുട്ടികൾ സൈക്കോളജി ഡാമേജ് ഉണ്ടാവും. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളെ സ്വാധീനം. അപ്പം കുട്ടികളുടെ കാര്യം വിട്ട് കഴിഞ്ഞാൽ എഡൽസിനെ സ്വാധീനിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഡൽസിന് കാരണം അവരുടെ ബ്രെയിൻ ഒരു ഘട്ടത്തിനപ്പുറം വളർന്ന് അവർ ബ്രെയിൻ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. അവർക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ ട്രിഗർ ചെയ്യാൻ പറ്റും, അത് പറ്റും. ഇപ്പം അത് പക്ഷേ സിനിമ വേണമെന്നില്ലല്ലോ. ഇപ്പോൾ ഒരാൾ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മദർശിനി കണ്ടിട്ട് അതുപോലെ കൊല്ലാമെന്ന് തീരുമാനിക്കും. പക്ഷെ കൊല്ലാൻ തീരുമാനിക്കുന്നത് സൂക്ഷ്മദർശിനി കണ്ടിട്ടല്ല, അത് അയാളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. ഒന്നിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം, സിനിമയുടെ റെഫറൻസ് എടുക്കാം. അപ്പോൾ അത് നമുക്ക് സിനിമേനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി ഉള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസിനെ ട്രിഗർ ചെയ്യാം. അത് സിനിമ മാത്രമല്ല, പാട്ട് ട്രിഗർ ചെയ്യും, എല്ലാം ട്രിഗർ ചെയ്യും. പാട്ടിലുള്ള ലിറിക്സ് ട്രിഗർ ചെയ്യാം. ചിലപ്പോൾ അത് അയാളുടെ മുന്നത്തെ ഏതുകൊണ്ട് ട്രോമയായിട്ട് എന്തെങ്കിലും ലിങ്ക്ഡ് ആണെങ്കിൽ ആ ലിറിക്സ് ഭയങ്കരമായി ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ സൂസൈഡ് വരെ ചെയ്യും. അത് കരുതി ആ പാട്ടിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെച്ചാൽ ലോകം മൊത്തം നമുക്ക് പ്രശ്നക്കാരായിട്ട് നമുക്ക് എല്ലാവരെയും നമുക്ക് ഓരോ ആൾക്കാരെ നമുക്ക് അക്കൗണ്ടബിൾ ആക്കി വെക്കേണ്ടി വരും. അപ്പം സിനിമനെ എന്തായാലും നമുക്ക് അങ്ങനെ അക്കൗണ്ടബിൾ ആക്കി വെക്കാനും പറ്റില്ല. നമുക്ക് വി ആർ ഗിവിംഗ് ടു മച്ച് ക്രെഡിറ്റ് ടു മൂവീസ്. മൂവീസ് ആർ ഫോർ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഫോർ എക്സ്പ്രഷൻ. ഒരു കാര്യമുള്ളത്, ഇപ്പം മൂന്തനുണ്ണിയുടെയൊക്കെ കാര്യം എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അതിലിപ്പം എനിക്കൊന്ന് തിയേറ്ററിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു, പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു, വലിയ ചർച്ചയാവുന്നു. ഒരുപക്ഷെ ആ ജോണറിലൊരു സിനിമ ആ രീതിയിലൊരു
ധൈര്യം കാണിച്ചിട്ടില്ല എന്നൊക്കെ ഡിസ്കഷൻ വരുന്നു. അപ്പോഴും ഈ ഫിലിം മേക്കേഴ്സിന് മേളിലൊരു ഒരു ഒരു സെൻസർഷിപ്പ് പോലൊരു ഇത് വരുമല്ലോ. അതിനുശേഷം നിങ്ങളത് സമൂഹത്തിന് എന്താണ് കൊടുത്തത്? ഒരു മൂന്നനുണ്ണിക്ക് ഇപ്പം നേരത്തെ കുമ്പളങ്ങി നീഡ്സ് വന്നപ്പോൾ ഷമ്മിയുടെ ഫാൻസിൻ്റെ ഒരു സർവേ, ഷമ്മിക്ക് കൂടുതൽ ഫാൻസ് വരുന്നു പെർഫോമൻസ് ഡ്രിവണായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊന്ന് പണിയുടെ വില്ലന്മാരെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൂടി ഈ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ക്രിറ്റിസിസോ സംഗതി കൂടി വരുന്നത് ആഫ്റ്റർ ഫിലിം അങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യമില്ലേ? അല്ല, അത് ക്രിട്ടിസൈസ് ചെയ്യാം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ക്രിറ്റിസിസം നമ്മൾ ഏറ്റെടുക്കാൻ വേണം. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. അവർ ശരിയാണോ തെറ്റാണോ, അവർ ഏത് ആംഗിളിലാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അവരെവിടെ നിന്നാണ് വരുന്നതും, അവരുടെ തോട്ട് പ്രോസസ് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ് അവരിൽ അറൈവ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് ചില ആൾക്കാർ ജസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യുക, ചിലപ്പോൾ അവരുടെ പാസ്റ്റ് ട്രോമാസ് എന്തെങ്കിലും ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ ആ സിനിമയിലുള്ളപ്പം അതിനെ ഭയങ്കരമായി ക്രിട്ടിസൈസ് ചെയ്യും. ഇനി അതാണോ പ്രശ്നം? ഇനി അല്ലെങ്കിൽ അത് സമൂഹത്തിന് എന്തെങ്കിലും രീതിയിൽ ശരിക്കും ബാധിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ചിലപ്പം ചില സിനിമ ഡിസ്റ്റേസ്ഫുൾ ആയിരിക്കും, ഭയങ്കര ഡിസ്റ്റേസ്ഫുള്ളായിട്ട് വയലൻസ് കാണിക്കാം, ടേസ്റ്റ്ഫുള്ളായിട്ടും വയലൻസ് കാണിക്കാം. ഇത് 2 കാറ്റഗറി ഉണ്ട്. ഇതിനൊരു ലൈൻ ഉണ്ട്. നമ്മൾ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റേസ്ഫുൾ ആവും. അപ്പം അത് ആ ടേസ്റ്റിനെയാണോ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അതെല്ലാം നമ്മൾ ആലോചിച്ച് അതിനെ ഓരോന്നിനും ഓരോ രീതിയിൽ നമ്മൾ അതിനെ കാണണം തോന്നും. ഇപ്പം ഈ ജിസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം തലവനാണ് ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ളത്. തലവൻ അടക്കമുള്ള സിനിമകൾ സമയത്ത് പല ഫിലിം മേക്കേഴ്സിനോട് ഞാൻ ചോദിക്കുന്നതാണ്, ഓരോ വരി എഴുതുമ്പോൾ ഓരോ ഡയലോഗ് ആലോചിക്കുമ്പോൾ തിയേറ്ററിൻ്റെ ഇമ്പാക്റ്റ് മറുവശത്തൊരു പ്രേക്ഷകരെ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ വ്യക്തിപരമായ തൃപ്തി, ഫിലിം മേക്കർ ക്രിയേറ്റർ എന്നുള്ള തൃപ്തിയാണ്, അയ്യോ പ്രേക്ഷകൻ ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും, പ്രേക്ഷകൻ ഇത് ഏത് രീതിയിലെടുക്കും, പ്രേക്ഷകൻ എൻ്റർടൈൻ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് പ്രേക്ഷകൻ ഉള്ളിലേക്ക് അതായത് ടേക്ക് അവേ എന്നുള്ളത് എന്താണെന്ന് കൂടി ആലോചനയായിട്ട് വരാറുണ്ടോ? അത് ഏതെങ്കിലും തരത്തിലൊരു ആലോചന പ്ലസ് ബാധ്യത എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്, അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അതൊരു വലിയ കൺസേൺ ആയിട്ട് കാണാറില്ല. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഓഡിയൻസിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ ഫോർമാറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ അത് വലിയ കൺസേൺ അല്ല, പക്ഷേ എവിടേക്കോ കൺസേൺഡ് ആവുന്നുണ്ട്. അതിന് വേണ്ടി ഒന്നും എഴുതാറില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുതി കഴിയും, ഒരു സീൻ എഴുതുമ്പോൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് എഴുതുന്നത്. പക്ഷേ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യുന്നൊരു കാര്യം കണ്ണടച്ച് ആ സീനൊന്ന് പഠിക്കും, എഴുതി കഴിഞ്ഞിട്ട് മൊത്തം ഒന്ന് കൺസീവ് ചെയ്യും. എന്നിട്ട് ഞാനൊരു ഒറ്റയ്ക്കൊരു തിയേറ്ററിനകത്ത് ഇരുന്ന് സ്ക്രീനിൽ അത് കാണുന്ന പോലെ ഇമാജിൻ ചെയ്യും. അത് ആദ്യത്തെ സിനിമ മുതൽ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേണാണ്. ഓരോ സീൻ എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ 2 സീനോ 3 സീനോ ഒരുമിച്ച് എഴുതും. എഴുതി കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കും, എന്നിട്ട് കുറച്ചൊന്ന് മാറിയിരുന്ന് അത് മൊത്തം കണ്ണടച്ച് ഞാൻ ഒറ്റയ്ക്കൊരു തിയേറ്ററിലിരുന്ന് എഴുതിയ സീൻ കാണുകയാണ്. അത് എന്നെ ഒരുപക്ഷെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ആ ഇരിക്കുന്ന പ്രേക്ഷകൻ അവിടെ എഴുത്തുകാരനല്ല, ഞാൻ എഴുതിയ ആളല്ല. ആ ഇരിക്കുന്ന തിയേറ്ററിൽ ഒറ്റയ്ക്കിരുന്ന് കാണുന്ന എനിക്ക് അതെന്തെങ്കിലും രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ 110 സീൻ എഴുതിയ സിനിമ വളരെ ഈസി ആയിട്ട് ഷൂട്ടിന് മുമ്പേ 92 സീനാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ മോഹൻകുമാർ ഫാൻസൊക്കെ ഒത്തിരി ഒരു മധുര സീക്വൻസ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പടം തുടങ്ങുന്നതിന് 15 ദിവസം മുമ്പാണ് ഞാനത് വെട്ടുന്നത്. ഒരു പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. കാരണം നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കളയുന്നതിനേക്കാൾ ഒത്തിരി പൈസ സേവ് ചെയ്യാനൊക്കെ സാധിക്കും. ആ ഒരു പ്രോസസ്സ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ എഴുതി കഴിഞ്ഞിട്ട് മനീഷിൻ്റെ ചോദ്യം പ്രിസൈസ്ലി ഉത്തരം പറഞ്ഞാൽ പ്രേക്ഷകന് വേണ്ടി എഴുതാറില്ല, പക്ഷെ എഴുതി കഴിഞ്ഞിട്ട് അവൻ എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിക്കാറുണ്ട്. അത് കൺസേൺ ആവാറുണ്ട്. ഇതിൽ അഭിനവിൻ്റെ കാര്യത്തിൽ എഡിറ്റർ എന്നുള്ളൊരു റോള് കൂടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നേരത്തെ നിർവഹിച്ച, അല്ലെങ്കിൽ ഈ പറഞ്ഞ എഡിറ്റിംഗ് എന്നുള്ളത് 2 രീതിയിൽ, ഞാൻ മെറ്റഫർ രീതിയിലല്ലാതെ ഒരു എഡിറ്റർ ഉണ്ടല്ലോ ഉള്ളിൽ. അപ്പോൾ സിനിമയുടെ കാര്യം വരുമ്പോൾ പ്രേക്ഷകരെ ഏത് ഘട്ടത്തിലാണ് ആലോചിക്കുക? പ്രേക്ഷകനെ ഞാൻ റൈറ്റിംഗ് ടൈമിലും എഡിറ്റിംഗ് ടൈമിലും ആലോചിക്കാറുണ്ട്. റൈറ്റിംഗ് ടൈമിൽ ആക്ച്വലി ഭയങ്കര കുറവാണ് ആലോചിക്കാൻ. എന്നാലും ഈ സിനിമ എന്തായിരിക്കും നമ്മൾ അതിൻ്റെ തീം കറക്റ്റായി ഡെലിവർ ആവുന്നുണ്ടോ എന്നുള്ള സാധനം മാത്രമേ റൈറ്റിങ്ങിൽ ആലോചിക്കാറുള്ളൂ. റൈറ്റിങ്ങിൽ മാക്സിമം പേഴ്സണലായിട്ട് തന്നെയാണ്. മുകുന്ദോണ്ടിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലും ആ തീം കറക്റ്റായി ഡെലിവർ ആവുന്നുണ്ടോ എന്ന് മാത്രമേ റൈറ്റിങ്ങിൽ ആലോചിക്കാറുള്ളൂ. പിന്നെ പേസിങ് ഓട്ടോമാറ്റിക്കലി ഞാൻ എഡിറ്റർ ആയതുകൊണ്ട് റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ അത് വരുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ എഡിറ്റിംഗ് ടൈമിൽ അത് കംപ്ലീറ്റ്ലി ഇത് എങ്ങനെ പാക്കേജ് ചെയ്യും, ഇത് ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക, ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്താൽ ഓഡിയൻസിലേക്ക് കറക്റ്റ് എത്തും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അത് ചിലപ്പം എഡിറ്റിലായിരിക്കും നമ്മൾ ഫൈനലി അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ ഡിസൈഡ് ചെയ്യുക. കണ്ടൻറ്റ് മാറ്റമൊന്നും വരില്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഞാൻ മിക്ക സമയത്തും മുന്നേ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും കൂടെ എഡിറ്റിലാണ്
ഡിസൈഡ് ചെയ്യൽ. അതാണ് എനിക്ക് കംഫർട്ടബിൾ. പക്ഷേ ഞാൻ അങ്ങനെ വേസ്റ്റേജ് ഒന്നും ഷൂട്ട് ചെയ്യാറില്ല. കാരണം ഈ പേസിംഗ് ഒക്കെ കറക്റ്റായത് സ്ക്രിപ്റ്റിൽ വേണ്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ. അനാവശ്യമായിട്ട് കൂടുതലൊന്നും സ്ക്രിപ്റ്റിൽ എഴുതാറില്ല. കാരണം അപ്പം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും ഇത്രേ വേണ്ടു, ഇത്ര മതി എന്നുള്ളത്. അപ്പം എഡിറ്റിലാണ് ട്രീറ്റ്മെൻറ്റും അതെങ്ങനെ പാക്കേജ് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ വയലൻസ് ഒക്കെ ഇതിൽ കണക്ട് ചെയ്യുന്ന ചോദിച്ചാണ്. ഇപ്പം ജിസ്സിനെ സംബന്ധിച്ചിടത്തോളം ജിസ് ഏത് തരം സിനിമ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് സിനിമ എന്നുള്ള രീതിയിലൊരു സ്റ്റാമ്പ് ഇപ്പം ഞാൻ പറഞ്ഞത് OTT വന്ന സോണിയിൽ വന്നിട്ടുള്ള ഇന്നലെ വരെ അങ്ങനെ ഈ പറഞ്ഞ മുൻവിധികളെല്ലാം അപ്രസക്തമാകുന്നത് തലവനും അത്തരത്തിലല്ല. പക്ഷേ ആദ്യത്തെ സിനിമയല്ല ഒരു തരത്തിൽ. പക്ഷേ അതിനിടയിൽ ചെയ്ത സിനിമകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമയിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതും ഇപ്പോഴത്തെ ഏതെങ്കിലും തരത്തിൽ ട്രോൾ ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഈ ഡയലോഗൊക്കെ ചേർത്തിട്ട് ഫീൽ ഗുഡ്, ഈ സത്യനന്ദി സിനിമ അന്തിക്കാട് സിനിമകളുടെ തുടർച്ച അല്ലെങ്കിൽ ഫീൽ ഗുഡ് സിനിമ എന്ന് പറയുന്ന സാധനം ഒരു ഓവർ റേറ്റഡ് നന്മ എന്നൊക്കെയുള്ള രീതിയിൽ ടാഗ് വരുന്നത്, അത് ഏത് രീതിയിലാണ് കാണുന്നത്? കാരണം ഇതിനി പൊളിച്ച് കളയേണ്ടി വരുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അതൊരു പ്രഷറായി മാറാറുണ്ടോ? കാരണം ഇതിൽ ഞാൻ നേരത്തെ പറയാൻ വെച്ചാൽ ഗിരീഷ് ഷെഡിയുടെ സിനിമകളുമായി ബന്ധപ്പെട്ട് ഗിരീഷ് ഷെഡി തന്നെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇൻ്റർവ്യൂ പറഞ്ഞത് ഇത് കംഫർട്ട് സോണാണെന്നും ആളുകൾ കരുതുകയും ഇത് ബ്രേക്ക് ചെയ്യപ്പെടണം എന്നുള്ള സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യാറുണ്ടെന്ന് ചില ഘട്ടങ്ങളിൽ. അത് ഗിരീഷ് ഏറ്റവും നന്നായി ചെയ്യുന്നൊരു ജോണറിൻ്റെ മേളിൽ ഇത് മാറ്റി ചെയ്യണം എന്നുള്ളൊരു സമ്മർദ്ദം പോലെ ഉണ്ടാവാറുണ്ട്. വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത്? വ്യക്തിപരമായിട്ട് ഇപ്പോൾ എന്നെ അങ്ങനെ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന സിനിമ രണ്ട് സിനിമയാണ്. ഒന്ന് മോസ്റ്റ്ലി സൺഡേ ഹോളിഡേ, അത് കഴിഞ്ഞ് വിജയ് സൂപ്പറും പൗർണമിയും. ഈ സൺഡേ ഹോളിഡേയിൽ ഈ പറഞ്ഞ ലളിത ചേച്ചി വന്നിട്ട് പറയും എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളൊന്ന് അറിയാൻ ശ്രമിച്ചാൽ എല്ലാവരും പാവങ്ങളാ മക്കളെ എന്ന്. ആ മൊമെന്റിൽ അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ് കോഡായത്. അല്ല ആസിഫ് പ്രസ് മീറ്റിൽ കൂടി പറഞ്ഞോടെ എത്ര വലിയ പ്രശ്നത്തെയും പരിഹരിക്കാൻ. അതൊന്നും ഈ പറഞ്ഞ പോലെ ആലോചിച്ച് എഴുതിയ ഡയലോഗൊന്നും അല്ല. ഈ പറഞ്ഞ ഒരു സീൻ എഴുതുന്നതിൻ്റെ സ്പീഡിൽ അങ്ങ് എഴുതി പോയൊരു ഡയലോഗാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ അവിടെ വീട്ടിൽ ഗർഭിണിയായിട്ടുള്ള മരുമകളുണ്ട്, മകൻ എന്തോ കള്ളുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ആസിഫ് ആ വീട്ടിൽ വന്ന് മകനെ പിടിച്ച് അടിക്കുന്നു. അപ്പോൾ ഇനി ഈ അമ്മയ്ക്ക് ഈ വീട്ടിൽ വന്ന് ഇയാളെ തല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ അവരെന്തായിരിക്കും ഒരു നയപരമായിട്ട് ഡീൽ ചെയ്യുന്നത്? കുറച്ച് അച്ചപ്പം കൊള്ളപ്പം കൊണ്ട് കൊടുത്തിട്ട് മോനെ ഇനി അങ്ങോട്ട് വരരുത്, എതിരെ നിൽക്കുന്നതിൻ്റെ ഉള്ളെന്ന്. ഇത് സ്വാഭാവികമായിട്ട് അങ്ങ് എഴുതി പോയതാണ്. പക്ഷേ മനുഷ്യ എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ അറിയോ, ആൾക്കാർ എന്നെ ഈ 2 സിനിമ വെച്ച് ട്രോളുമ്പോൾ അത് 100 ദിവസം ഓടിയ സിനിമയിലാണ് ട്രോൾ ചെയ്യുന്നത്. പൊളിഞ്ഞു പോയ സിനിമയെക്കുറിച്ചാണെങ്കിൽ ഞാൻ ദുഃഖിച്ചേനെ, അല്ലേ? സൺഡേ ഹോളിഡേ ഒരു ബിഗ് ഫ്ലോപ്പ് ആയിരുന്നു, വിജയ് സൂപ്പർ ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ ഞാൻ ദുഃഖിച്ചേനെ, അയ്യോ ഞാൻ ചെയ്തു തെറ്റിപ്പോയി. 100 ദിവസം തിയേറ്ററിൽ നിറഞ്ഞ് കളിച്ച സിനിമയെ വെച്ച് ട്രോളിക്കോട്ടെ. പക്ഷേ ട്രോളുന്ന എപ്പോഴാണ് മനുഷ്യ? ആ സിനിമ കളിച്ചിരുന്ന സമയത്ത് ട്രോൾ ചെയ്യില്ലല്ലോ. ഇപ്പോൾ അതും ഞാൻ നിർത്തി, ഞാൻ ഇപ്പുറത്തേക്ക് കടന്ന് എത്രയോ കഴിഞ്ഞപ്പോഴാണ് ഇവർ ട്രോളാൻ തുടങ്ങുന്നത്. ഇപ്പുറത്തെത്തിയപ്പോഴാണ് ട്രോളുന്നത്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ കാര്യം ഏത് തരം ട്രോളും. പക്ഷെ അതുകൊണ്ട് കിട്ടിയൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ എന്നോട് തന്നെ പറഞ്ഞുറപ്പിച്ചൊരു കാര്യമുണ്ട്. നിനക്ക് ജീവിതത്തിൽ സിനിമയിൽ എന്തെങ്കിലും ഒരു അടയാളം നിനക്കുണ്ടാക്കാൻ സാധിക്കണം. ഇവിടെ എല്ലാവരും സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരേ ക്യാമറയിലാണ്. പക്ഷെ അമൽ നീരദ് ഷൂട്ട് ചെയ്യുന്ന ഒരു ഫ്രെയിം പോസ് ചെയ്തിട്ട് ഇത് നോക്കിയത് അമൽ നീരദിൻ്റെ ആണെന്ന് മനസ്സിലാവും, സത്യനന്ദിക്കാട്ടിൻ്റെ മനസ്സിലാവും, ലാൽ ജോസിൻ്റെ മനസ്സിലാവും, ഷൈജു ഖാലിദിൻ്റെ മനസ്സിലാവും. എല്ലാം ഒറ്റ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു അടയാളം ഉണ്ടാക്കണം, നമുക്കൊരു ഫ്ലേവർ ഉണ്ടാവണം, ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാവണം. ഇപ്പോൾ എനിക്ക് അഭിനവ് ഇവിടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ അറ്റ്ലീസ്റ്റ് 6 സിനിമയോളം ചെയ്തു. ഒറ്റ സിനിമ ചെയ്ത ഒരാൾ അയാളുടെ സിനിമ കൊണ്ട് അടയാളം ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഭിനവ് ഇവിടെ ഇരിക്കുമ്പോൾ. അതൊരു ചെറിയ കാര്യമല്ല, ഒരു ഫ്ലേവർ ഉണ്ടാക്കാൻ അയാളുടെ സിനിമ കൊണ്ട് സാധിച്ചു. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതല്ല, ആ ഒരു മാർക്ക് ഉണ്ടാക്കൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രോൾസിനെ വളരെ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. അഭിനവിനെ സംബന്ധിച്ചോളം ഈ അഭിനവിൻ്റെ ഈ മുകുന്ദനുണ്ണിയുടെ പൂർവ്വകാലത്ത് അഭിനവ് കൂടി ഈ പറഞ്ഞ അത്യാവശ്യം നന്നായിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞ പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കി വന്നത്. പക്ഷേ മുകുന്ദനുണ്ണിയുടെ ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നത് പോസ്റ്റ് OTT റിലീസാണെന്ന് തോന്നുന്നു. അതിൽ ആർഷ പറഞ്ഞ ഡയലോഗ്, നമ്മുടെ തൻവിയുടെ ക്യാരക്ടറിനോട് പറയുന്ന ഡയലോഗ്, സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം വന്നത്, അതിനെ ചൊല്ലി ഒരു സംഗതി ഉണ്ടല്ലോ, അതിനെ ഏറ്റെടുക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട്. അത് നോർമൽ, ഇങ്ങനെയാണ് ആളുകൾ പറയാന്നുള്ളത്. അത് ഒരു സക്സസ് പോയിന്റ്. ഈ പറയുന്ന ഈ പറഞ്ഞ അതിൽ ശരിക്കതിൽ ട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഷോർട്ട് കട്ട് മോട്ടിവേഷണൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ മാസ്റ്റർ മെൻറ്റേഴ്സിനെ എല്ലാം കൂടെ ചേർത്ത് ട്രോൾ ചെയ്യുന്നതാണല്ലോ. ഈ ഒരു ഗ്രേ ഷെയ്ഡിൽ നിന്ന് കൂടി അച്ചീവ് ചെയ്തവരാണ് ഈ പോസിറ്റിവിറ്റിയുടെ വലിയ കഥകൾ പറയുന്നതെന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു അവസാനം അതൊരു ട്രോളായിട്ടും ഡിസ്കഷനായിട്ടും പിന്നെ വന്നല്ലോ. കറക്റ്റായി പറയുന്നൊരു നമുക്ക് പറയാവുന്നൊരു ടൈലൻഡ് ത്രൂ ഒക്കെ വരുന്ന സാധനം വന്നിരുന്നല്ലോ. അത് എങ്ങനെയാണ് എടുത്തത്?
ഇല്ല, അത് റെസനേറ്റ് ചെയ്ത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് സന്തോഷം തന്നെയുള്ളൂ. അത് രണ്ട് പക്ഷത്തും ആളുകൾ അണിനിരന്നല്ലോ. അത് 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 എക്സ്പെക്ട് ചെയ്ത് തന്നെ ആക്ച്വലി. ഇതിലും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ഇതിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പം മലയാള സിനിമയെ സംബന്ധിച്ചോളം മലയാള സിനിമയിൽ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് ജോണർ ട്രൈ ചെയ്യുന്ന സംഗതി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കുറേ കൂടി സാധ്യതകൾ വരികയാണ്, സാങ്കേതികമായ സാധ്യത. നമ്മൾ രേഖാചിത്രം നോക്കുമ്പോൾ AI സാധ്യത ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇതൊരു ഫ്യൂച്ചർ സമ്മിറ്റ് ആയതുകൊണ്ട് കൂടിയാണ്. നേരത്തെ ഒരു ആക്ടർ ആലോചിക്കുമ്പം ഒരുപാട് മുൻമാതൃക ചെയ്തിട്ട് നോക്കും, മമ്മൂട്ടി ചെയ്ത ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം, തനിയാവർത്തനം പോലെ ചെയ്യണം, വാനപ്രസ്ഥം പോലെ ചെയ്യണം എന്ന് പറയുന്ന അത്തരം റെഫറൻസുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ലിറ്ററേച്ചർ അഡാപ്റ്റേഷനൊക്കെയാണ് അവരുടെ ആഗ്രഹമായിട്ട് പറയാം. അതിനപ്പുറത്തേക്ക് സാങ്കേതികമായ സാധ്യതകൾ കൂടി ചേർത്ത് പെർഫോമേഴ്സിനെ ആലോചിക്കാൻ പറ്റും. ഇതേ സാധ്യത ഫിലിം മേക്കേഴ്സിനുണ്ടല്ലോ. ഈ സാങ്കേതിക സൗകര്യങ്ങളുടെ കാലത്ത് ഒരുപാട് വലിയ സ്കെയിലപ്പ് എന്നുള്ളതിനപ്പുറത്ത് തന്നെ വലിയ സിനിമകളിൽ വലിയ സാധ്യതകൾ ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൂടി ആലോചനകൾ മാറി തുടങ്ങുന്നുണ്ടോ സിനിമയുടെ കാര്യത്തിൽ? ഉറപ്പായിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് തരം കണ്ടന്റും ഇപ്പം നമുക്ക് സിനിമയാക്കാം. ഇന്നത് വേണമെന്നില്ല, ഇന്ന ആൾ അഭിനയിക്കണം എന്നില്ല, ആരഭിനയിച്ചാലും മതി. കണ്ടന്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഷട്ടർ എന്ന് പറഞ്ഞ സിനിമ വിജയിച്ച നാടാണത്. ഇപ്പോൾ ബൈസൈക്കിൾ തീവ്സിൽ എൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്ന ആളാണ് രേഖാചിത്രത്തിൻ്റെ ഡയറക്ടർ ജോഫിൻ. അപ്പോൾ സൺഡേ ഹോളിഡേ ചെയ്ത് കഴിഞ്ഞ് സൺഡേ ഹോളിഡേ റിലീസായി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ജോഫിൻ എന്നോട് വന്ന് പറയുന്ന കഥയാണ് രേഖാചിത്രം. അന്നും പേര് രേഖാചിത്രം തന്നെയായിരുന്നു. അപ്പം ഞാൻ മൊത്തം ഇരുന്ന് കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു രീതിയിലും ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് AI എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. അപ്പോൾ ജോഫിൻ കഥ പറയുമ്പോൾ മമ്മൂക്കയുണ്ട് അതിനകത്ത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ മമ്മൂക്കയെ നമ്മൾ എങ്ങനെ കൊണ്ടുവരും അതിനകത്ത്. മമ്മൂക്ക വരാതെ അത് ഫിനിഷ് ആവത്തില്ല, ആ സിനിമയ്ക്ക് ഈ പറയുന്ന ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും ജോഫിൻ? അതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യും? അത് മമ്മൂക്ക അഭിനയിക്കണ്ടേ? അഭിനയിച്ചാൽ തന്നെ പഴയ മമ്മൂക്ക ആവില്ലല്ലോ, കാതോരത്തിൽ മമ്മൂക്കയെ കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ജോഫിൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോഫിൻ ഒരു കാര്യം ചെയ്യും, മറ്റൊരു സിനിമ അതിനുമുമ്പ് ചെയ്യും, ഇതവിടെ നിൽക്കട്ടെ, രണ്ടാമത്തെയോ മൂന്നാമത്തെ സിനിമയായിട്ട് രേഖാചിത്രം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. ജോഫിൻ വളരെ ക്ലെവറായി പോയി പ്രീസ്റ്റ് ചെയ്തു. കറക്റ്റ് കാലചക്രം തിരിഞ്ഞു, AI പോലത്തെ സാങ്കേതിക വിദ്യ ഉണരുന്നു, ജോഫിൻ അത് ചെയ്യുന്നു, മനോഹരമായിട്ടത് സ്വീകരിക്കപ്പെടുന്നു. അപ്പോൾ അതൊരു അല്ലേ, അന്നത് സെർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും മധുരം ഉണ്ടാവില്ലായിരിക്കും. ശരിയല്ലേ? അഭിനോടിനോട് ഇതേ ചോദ്യം ചോദിക്കാനുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കാവുന്നത്, അഭിനവ് അടുത്തതായി അനൗൺസ് ചെയ്ത പടം മോളിവുഡ് ടൈംസ് എന്നുള്ള പേരിലാണ്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അത് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മലയാള സിനിമയെ ഒരു സമയത്ത് കോയിൻ ചെയ്തൊരു വാക്ക് കൂടിയാണല്ലോ. അപ്പോൾ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു തോട്ട് എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചുറ്റുവട്ടം നടന്ന കഥ, പുസ്തകത്തിൽ നിന്നുള്ള കഥ, അത്തരം ലിമിറ്റേഷനിൽ നിന്ന് മാറിപ്പോവാണല്ലോ. ഏത് തരം സാധ്യത ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു ഒറ്റ ദിവസം 3 സോംബി പടങ്ങൾ അനൗൺസ് ചെയ്ത ഇൻഡസ്ട്രി കൂടിയാണിത്. അപ്പം ഒരുപാട് എനിക്കൊന്ന് ഏത് ടെറൈനിലേക്കും പോകാം, ഏത് തരം ആലോചനയിലേക്കും പോകാം. എന്നാൽ സാങ്കേതികമായിട്ട് AI പോലുള്ള ഏത് തരം സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താമെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുതിയ ആലോചന വരുമ്പോൾ ഈ മോളിവുഡ് ടൈംസ് അടക്കം ചേർത്ത് ചോദിക്കണം, പുതിയ ആലോചന വരുന്ന സമയത്ത് അങ്ങനെ അതിനിങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ട ക്രിയേറ്റിവിറ്റി എന്ന തോന്നലിലേക്കാണ് എത്തുന്നത്. അത് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഇതിനു വേണ്ടി ഇപ്പോൾ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയും ആലോചിക്കാറില്ല. ഇപ്പോൾ മോളിവുഡ് ടൈംസ് ആണെങ്കിൽ അപ്പോൾ ആ പടത്തിൽ എന്താണോ വേണ്ടത് നമ്മൾ അതിന് ടെക്നോളജി അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യും. അല്ലാതെ ഈ ടെക്നോളജി നമ്മൾ കണ്ടുവെച്ച് അത് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് അറ്റ്ലീസ്റ്റ് പറ്റില്ല. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജെയിംസ് ക്യാമറനൊക്കെ അങ്ങനെ ഒരു പുതിയ ടെക്നോളജി ഏതോ ഒന്ന് കണ്ടുവെച്ചാൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സയൻറ്റിസ്റ്റ് ലെവൽ ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ലോകത്തിൽ. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, കഥ ആലോചിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ടെക്നോളജി നല്ലത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം അത് കഥയ്ക്ക് സെർവ് ചെയ്യുമെങ്കിൽ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മേലോട്ടൊന്നും ചിന്ത പോകാറില്ല. സിമ്പിളായി നമുക്ക് ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കഥ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ നടന്ന ഇൻസിഡൻസോ അല്ലെങ്കിൽ അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജിസേട്ടൻ പറഞ്ഞു, ജിസേട്ടൻ്റെ ലൈഫിലെ കുറേ ഇൻസിഡൻസ് ഉണ്ടായി. അപ്പോൾ എനിക്ക് അങ്ങനെ പേഴ്സണലി എഴുതുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് ചോദ്യം അഭിനവിനോടാണ്, മുകുന്ദനിൽ എത്രത്തോളം അഭിനയമുണ്ട്? ഞാൻ ഒട്ടുമില്ല അതിൽ ആക്ച്വലി. എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അതിൽ വിനീതേട്ടൻ ഭയങ്കര ഒരു ട്രിക്ക് അതിൽ പുൾ ഓഫ് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്ന കണ്ണട പോലുള്ള കണ്ണട തന്നെ വേണം വിനീതേട്ടൻ ഡിമാൻഡ് ചെയ്തു. അവിടെ എല്ലാം മാറി ഞാനാണ് മുകുന്ദനുണ്ണി എന്ന് വിചാരിച്ചു ആൾക്ക്. അത്രേ ഉള്ളൂ. എനിക്കും മുകുന്ദനുണ്ണിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. സൺഡേ ഹോളിഡേ ആൻഡ് സർ ജിസ് സാറിൻ്റെ നോട്ട് ചെയ്തപ്പെട്ട എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ സിനിമകളിലൊന്നാണ് സൺഡേ ഹോളിഡേ, അതേപോലെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. ഇപ്പോൾ ഇത് രണ്ടും
എൻ്റെ വീട്ടിലിരുന്ന് ഒരുമിച്ച് കാണുമ്പോൾ ലൈക്ക് സൺഡേ ഹോളിഡേ എൻ്റെ പാരൻസിനോടൊപ്പം കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പിന്നെയും വരുമ്പോഴും ആഗ്രഹിക്കുന്നൊരു സിനിമയാണ്. ഇപ്പോൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ജനറേഷനെ ഒട്ടും കണക്ട് ചെയ്യാൻ ലൈക്ക് ഇങ്ങനെ ആൾക്കാരുണ്ടോ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലതരം ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാതരം ഓഡിയൻസിനെയും കണക്ട് ചെയ്തിട്ടാണോ റൈറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത്, ഓർ നിങ്ങളുടെ ഐഡിയാസും കോർ ഐഡിയ മാത്രമാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് റൈറ്റിങ്ങിൽ? ഇതിപ്പം മുകുന്ദനുണ്ണിയുടെ കേസ് ഞാൻ പറയാം, ഞാൻ ആ ഒരു സിനിമയിലേ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് എഴുതുമ്പോൾ നമുക്കറിയാം അതിനൊരു ലിമിറ്റഡ് ഓഡിയൻസേ ഉള്ളൂ. അതൊരു നീഷായിട്ടുള്ളൊരു ഓഡിയൻസിന് മാത്രം കേറ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മേലോട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ ചിലപ്പോൾ ആൾക്കാർക്ക് വർക്കായിന്ന് വരില്ല എന്നുള്ളതൊക്കെ നമുക്ക് ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബഡ്ജറ്റ് നല്ലോണം ചുരുക്കിയിട്ടാണ് ചെയ്തത്. അപ്പം നമ്മൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എനിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നത് അത്രയേ ഉള്ളൂ. എനിക്ക് ഇതാണ് ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹമെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് അത് വൃത്തിക്ക് ചെയ്യുക, മാക്സിമം കൺവിക്ഷനോടെ ചെയ്യുക, അതിൽ വെള്ളം കലക്കാതെ ചെയ്യുക. എല്ലാവർക്കും അപ്പീൽ ചെയ്യണമെന്ന് കരുതി വീണ്ടും കുറച്ച് കോമഡി സീൻസ് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ആഡ് ചെയ്ത് അയാളെ നല്ലവനാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ മാറ്റി ചെയ്യുന്നതിന് നല്ലത് നമുക്ക് കൺവിക്ഷനുള്ള സാധനം അതേപോലെ ഡെലിവർ ചെയ്യുക. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഓഡിയൻസ് എത്രത്തോളം നമ്മൾ ഈ പടത്തിനെ റിസീവ് ചെയ്യുമെന്ന് ആലോചിച്ച് അതിനനുസരിച്ച് ബഡ്ജറ്റ് ചെയ്ത് ചുരുക്കി മാക്സിമം ലോ ബഡ്ജറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം മോളിവുഡ് ടൈംസ് നേരെ മറിച്ച് അത് ഇത്രയും കൂടെ വൈഡർ ഓഡിയൻസിന് കേറ്റർ ചെയ്യുന്ന സിനിമയാണ്. അത് വളരെ കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെയൊക്കെ വലിയ ബഡ്ജറ്റ് ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനൊരു അപ്പീൽ ഉണ്ടാവും. ഓരോ സിനിമ എടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കംപ്ലീറ്റ്ലി വേറെ മുകുന്ദനുണ്ണി സോണിലുള്ള സിനിമയായിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ അത് ഞാൻ അതിനനുസരിച്ച് ബഡ്ജറ്റ് ഞങ്ങൾ ചുരുക്കും. അപ്പം ബഡ്ജറ്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പടം എല്ലാ രീതിയിലും സേഫ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ക്യൂരിയോസിറ്റി ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ദേ ആർ ഹാവിങ് എ ലോട്ട് ഓഫ് ഓഡിയൻസ്. അപ്പോൾ യു ബോത്ത് ആസ് ഡയറക്ടേഴ്സ് ഫോർ കാസ്റ്റിംഗ്, do you prefer looking at available options from influencers, or do you still prefer going the other way, how you have been usually doing it? ഇൻഫ്ലുവൻസേഴ്സ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു ആഡ് ഫിലിമോ ചെയ്യുന്ന സമയത്ത് റീൽസ് ഫോളോ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഒരുപാട് സ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ നമുക്കൊരാവശ്യമുള്ളപ്പോൾ, പ്രത്യേകിച്ച് ഒരു ഓഡീഷൻ, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ഓഡീഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഭയങ്കര കഴിവുള്ള ആൾക്കാരെ ഇതിൽ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് എൻ്റെ പരസ്യങ്ങളിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് സെയിമാണ്. നമ്മൾ അങ്ങനെ ഇപ്പം ഇൻഫ്ലുവൻസിന് ഇത്ര ഫോളോയിങ് ഉണ്ടെന്ന് കരുതി ഒരിക്കലും എടുക്കാറില്ല. നമുക്ക് നമ്മുടെ ക്യാരക്ടറിന് കറക്റ്റ് ആണെങ്കിൽ അത് ഇൻഫ്ലുവൻസർ ആണെങ്കിലും നമ്മളത് ഓക്കെയാണ്. അതിപ്പം ആസ്പയറിംഗ് ആയിട്ടുള്ള വേറെ ആക്ടേഴ്സ് ഈ ഓഡിഷൻസിന് വരുന്ന സമയത്ത് അവരാണെങ്കിലും നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് സൂട്ട് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കാറുള്ളൂ, അതിൻ്റെ മേലോട്ട് നമ്മൾ അധികം നോക്കാറില്ല. നിങ്ങൾ ആക്സസിബിൾ ആണോ ത്രൂ ഇൻസ്റ്റഗ്രാം ഫോർ ദ നോർമൽ ക്രൗഡ്? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ വാഴ എന്നൊക്കെ പറഞ്ഞ പടത്തിൽ കണ്ടില്ലേ, നമ്മൾ ഒരു രീതിയിലും അല്ല, ഒരു നാടകത്തിൻ്റെ പിൻബലമോ മിമിക്രിയുടെ പിൻബലമോ ഒന്നുമില്ലാതെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ആൾക്കാർ തന്നെയാണ് അത് മെജോറിറ്റി അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയേറെ കണക്റ്റഡ് ആണ്. ഒരു മെസ്സേജ് അയച്ചാൽ ആരാ കാണാത്തത്? കൂടിപ്പോയ ഒരു ദിവസം കാണില്ലായിരിക്കും, നെക്സ്റ്റ് ഡേ നമ്മൾ കണ്ടിരിക്കും, ഉറപ്പായിട്ടും കണ്ടിരിക്കും. സാർ നേരത്തെ പറഞ്ഞിരുന്നു, സാറ് ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ സിദ്ദിഖ് സാറിൻ്റെ സിനിമകൾ റിപ്പീറ്റഡ് വാച്ചിങ് കാണാറുണ്ടെന്ന്. അപ്പം സാറ് റൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുമ്പോഴോ അങ്ങനെ ഒരു റിപ്പീറ്റഡ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഓഡിയൻസിനെ കൺസിഡർ ചെയ്തിട്ട് അങ്ങനത്തെ റൈറ്റിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമോ? ഇപ്പം കൂടുതലും ഫീൽ ഗുഡ് സിനിമകളിലേക്ക് വരുന്നത് കൊണ്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഈ ഫീൽ ഗുഡ് സിനിമയുടെ ഒരു ഗുണം ഞാൻ പറയാം, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് ഈ സാറ്റലൈറ്റിൽ ടെലികാസ്റ്റ് ആവില്ലേ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏഷ്യനെറ്റിലോ സൂര്യയിലോ സിയിലോ മനോരമയിലോ ഒക്കെ ടെലികാസ്റ്റ് ആവില്ലേ, ആ സമയത്ത് ഈ ഫീൽ ഗുഡ് സിനിമയ്ക്ക് കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ത്രില്ലർ സിനിമയുടെ വ്യത്യാസം പറഞ്ഞുതരാം. ത്രില്ലർ സിനിമയുടെ ഒരു പ്രത്യേകത, 2 സീൻ ഒരുമിച്ച് മിസ്സായാൽ നമുക്ക് സിനിമ മനസ്സിലാവത്തില്ല, ശരിയല്ലേ? പക്ഷേ ഫീൽ ഗുഡ് സിനിമയുടെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണേൽ ഇന്നാവാം, എപ്പോൾ വേണേൽ ഔട്ടാവാം. ഇപ്പോൾ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമ ത്രൂ ഔട്ട് ഇരുന്ന് കാണണമെന്നില്ല. ഈ സാറ്റലൈറ്റ് ഓഡിയൻസിൻ്റെ വീട്ടിൽ സിനിമ കാണുന്നവരുടെ പ്രത്യേകത വളരെ ഒരു 10% താഴെയല്ലേ മൊത്തം സിനിമ ഒരുമിച്ചിരുന്ന് കാണുന്നുള്ളൂ. അടുക്കളയിൽ പാചകം നടക്കുന്നുണ്ടാവും, ഷർട്ട് തയ്ക്കുന്നുണ്ടാവും, അടിച്ചു വാരുന്നുണ്ടാവും, മുറ്റത്ത് ഗസ്റ്റ് വരുമ്പോൾ സംസാരിക്കുന്നുണ്ടാവും, ഇല്ലേ? ഇതൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോൾ വേണേൽ സിനിമയിൽ നിന്ന് ഔട്ടാവാം, എപ്പോൾ വേണേൽ തിരിച്ച് ഇന്നാവാം. അപ്പോൾ അത്തരം സിനിമകൾക്ക് സാറ്റലൈറ്റ് സെയിൽസിന് പോകുന്ന സമയത്ത്
വല്ലാത്ത സ്വീകാര്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റ് ഏറ്റവും കൂടുതൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ 5 വർഷത്തിനിടയിലുള്ള സിനിമ സൺഡേ ഹോളിഡേ ആണ്. ഏറ്റവും കൂടുതൽ ഒരു 10 സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സിനിമയെങ്കിലും സൺഡേ ഹോളിഡേ ആണ്. അതിൻ്റെ റീസൺ ബ്രദർ നേരത്തെ ചോദിച്ചതാണ്. എപ്പോൾ വേണമെങ്കിൽ ഇന്നാവാം, എപ്പോൾ വേണമെങ്കിൽ ഔട്ടാവാം. ഫീൽ ഗുഡിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ത്രില്ലർ നമുക്ക് 1-2 പ്രാവശ്യത്തേക്ക് കൂടുതൽ കാണാൻ പറ്റില്ല. 5 പ്രാവശ്യത്തേക്ക് കൂടുതൽ 5-ാം പാതിര കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. കാരണം കഥ നമുക്കറിയാം, ട്വിസ്റ്റുകൾ അറിയാവുന്നതുകൊണ്ടാണ്. കറക്റ്റ്. അപ്പോൾ താങ്ക് യു ജിസ്, താങ്ക് യു അഭിനവ്. അപ്പോൾ രണ്ടുപേരുടെയും ഈ വർഷം തുടങ്ങാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് അതിന് വലിയ ഭാവം